ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് മസാല കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ചാട്ട് ഐറ്റംസിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതിന് തന്നെ ആദ്യമേ തന്നെ വൈറ്റ് പീസ്, നമുക്ക് വെളുത്ത പീസ് നമുക്ക് 8 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ട് നല്ലപോലെ കഴുകിയിട്ട് നമുക്കതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിൽ നമുക്ക് ചേർത്തിട്ട് 1 കപ്പിന് 2 കപ്പ് വെള്ളം ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കത് 6 വിസിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിയതിന് ശേഷം വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 2 വിസിലും കൂടെ വെച്ച് നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് വേവുന്ന വരെ നമുക്കത് വേവിച്ചെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് പിന്നീട് ആവശ്യമായിട്ട് സാധനം, ഒരു പാനിലേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു ബേ ലീഫും ഒരു ചെറിയ കഷ്ണം പട്ടയും പിന്നെ ഏലക്ക 2 ഏലക്കയും പിന്നെ ഗ്രാമ്പു ഒരു 2-3 കൂടെ ചേർത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ നമുക്ക് പെരുംജീരകവും 1/2 ടീസ്പൂൺ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ സവാള മുറിച്ചത് ഒരെണ്ണം ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാളയുടെ പച്ചമണമൊക്കെ മാറി ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനത് ചേർക്കാൻ മറന്നു, പിന്നീടാണ് ചേർത്തത്. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, ജീരകം ഒന്ന് ചൂടാക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പൊടിച്ചെടുത്താണ്, അതും 1 ടീസ്പൂൺ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കാം. പിന്നെ 1 നുള്ള് കായപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോഴാണ് നല്ലൊരു കളർ കിട്ടുക. പിന്നെ ഞാനൊരു 4 തക്കാളി എടുത്തിട്ട് നമുക്ക് നല്ലപോലെ അരച്ചിട്ട് 1 കപ്പ് ടൊമാറ്റോ പ്യൂരിയും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ ഇത് തിക്കായിട്ട് വരും. ആ സമയത്ത്, അപ്പോൾ ഈ സമയത്താണ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തത്. അതിന് ചേർത്തതിന് ശേഷം നല്ലപോലെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റണം. നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ തിക്കായി ഈ സമയത്ത് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പട്ടാണി, വെള്ള പട്ടാണി, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു മാഷർ വെച്ചിട്ടോ ഒക്കെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും ചേർത്തിട്ട് ഒരു മാഷർ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തി പൂരി അതിൻ്റെ കൂടെ കഴിക്കാൻ ഇങ്ങനെ തന്നെ ഈ കഴിക്കാൻ നല്ലതാണ്. പിന്നെ നമുക്ക് ഈ റഗട ചാട്ട് പിന്നെ മസാല പൂരി ഇതൊക്കെ ഉണ്ടാക്കാനായിട്ടും ഈ ഗ്രേവി ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കുറച്ച് ഡ്രൈ മാംഗോ പൗഡർ, ആംചൂർ പൗഡർ എന്ന് പറയാം, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചാട്ട് മസാല ഒരു 1/2 ടീസ്പൂൺ അതും കൂടെ ചേർത്തിട്ട് കസൂരി മേത്തി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇനി ഒരു മല്ലിയിലയും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ പീസ് മസാല റെഡിയാവും. ഇത് നമുക്ക് അങ്ങനെ തന്നെ ചപ്പാത്തി പൂരി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പുളിയും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള് പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ ഇത് മല്ലിയിലയും കൂടെ ചേർത്തു. നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ ഈ ഗ്രേവി റെഡിയാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓളിനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ മസാല റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് 1-2 ഉരുളക്കിഴങ്ങ് വേവിച്ചത് നല്ലപോലെ ഉടച്ച് അതിലേക്ക് ചേർത്തിട്ട് ഈ പീസ് മസാല നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് തിളച്ച് നല്ലപോലെ ആ ഗ്രേവിയും റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക്
നമ്മൾ ആവശ്യത്തിനുള്ള സവാള ചെറുതായി അരിഞ്ഞത്, തക്കാളി ചെറുതായി അരിഞ്ഞത്, ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്വീറ്റ് ടാമറിൻ ചട്നിയും പിന്നെ ഗ്രീൻ ചട്നിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ചേർക്കേണ്ടത് നമുക്ക് ഈ സേവും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ റഗട ചാട്ട് റെഡിയാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് മസാല പൂരി ഉണ്ടാക്കാം. അതിന് നമ്മൾ ഈ ചെറിയ പൂരി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് നല്ലപോലെ ഉടച്ച് ചേർത്തതിന് ശേഷം ഇതിലേക്ക് തന്നെ ഈ പൊട്ടാറ്റോ പീസ് മസാല ഗ്രേവി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള സവാളയും തക്കാളി ചെറുതായി മുറിച്ചതും ഒക്കെ ചേർത്തിട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ സേവും പിന്നെ ഗ്രീൻ ചട്നി, ടാമറിൻ ചട്നി, സ്വീറ്റ് ചട്നി ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ മസാല പൂരിയും റെഡിയാവും. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമായിട്ട് നല്ല ഗ്രേവി ആയിട്ട് തന്നെ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ മസാല പൂരിയും റെഡിയാവും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.